ആർത്തലത്തിൽ കർത്താവിൻ വേല ചെയ്തു തീർത്തനിക്കേ. വാർത്തലത്തിൽ കർത്താവിൻ വേല ചെയ്തു തീർത്തനിക്കേ. കർത്തനെ നിൻ സവിധത്തിൽ എത്തി വിശ്രമിച്ചിടുവാ. കർത്തനെ നിൻ സവിധത്തിൽ എത്തി വിശ്രമിച്ചിടുവാ. എന്നിനിയും വന്നങ്ങു ചേർന്നിടും ഞാൻ നിന്നരികിൽ. എന്നിനി വന്നങ്ങു ചേർന്നിടും ഞാൻ നിന്നരികിൽ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ആരാധനാത്മകമായ ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിന്റെ ദാസൻ സാം സക്കറിയ കൊട്ടാരക്കര. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ഒരു കർത്തൃദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയതിനാൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം അകൃത്യയാഗമായി അർപ്പിക്കപ്പെട്ട ക്രിസ്തു എന്നതാണ്. യെശയ്യാവ് 53:10 പ്രവാചകൻ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവന് കഷ്ടം വരുത്തി. അവൻ്റെ പ്രാണൻ ഒരകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കുകയും ചെയ്തു. യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ ഒരു വിവരണമാണ് പ്രവാചകൻ ഈ അധ്യായത്തിലൂടെ നൽകുന്നത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണവും അതിൻ്റെ സാധ്യതകളും സ്പഷ്ടമായി ഈ വേദഭാഗത്ത് പറയുന്നു. ഒന്നാമത്, യേശു അകൃത്യയാഗമായി അർപ്പിക്കപ്പെട്ടു. ഈ യാഗത്തിൻ്റെ സവിശേഷത ഏതാണ്? ഇസ്രായേൽ ജനം അർപ്പിക്കേണ്ട 5 യാഗങ്ങളെക്കുറിച്ച് ലേവ്യ പുസ്തകത്തിൽ പറയുന്നു. അവ യഥാക്രമം ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം, പാപയാഗം, അകൃത്യയാഗം എന്നിവയാണ്. ഇതിൽ 5ാമത്തേതാണ് അകൃത്യയാഗം. ആരൊക്കെയാണ് അകൃത്യയാഗം അർപ്പിക്കേണ്ടത് എന്ന് ലേവ്യ പുസ്തകം 5-ാം അധ്യായത്തിൽ പറയുന്നു. അവിശ്വസ്ത സാക്ഷികൾ, അശുദ്ധ സംസർഗത്തിൽ ഏർപ്പെട്ടവർ, നിർവിചാരമായി ആണയിടുകയും സത്യം ചെയ്യുകയും ചെയ്തവർ, വിശുദ്ധ വസ്തുക്കൾ സംബന്ധിച്ച് കുറ്റം ചെയ്തവർ, ഭോഷ്ക് പറയുകയും മോഷ്ടിക്കുകയും വഞ്ചിക്കുകയും ചെയ്തവർ, ഇവരെല്ലാം അകൃത്യയാഗം അർപ്പിക്കേണ്ടവരാണ്. ചെയ്യരുതാത്തത് ചെയ്യുന്നതാണ് അകൃത്യം. അപ്പോൾ തന്നെ ചെയ്യേണ്ടതൊന്നും ചെയ്യുന്നതുമില്ല. ഈ നിലയിൽ നാം എല്ലാം അകൃത്യയാഗം കഴിക്കേണ്ടവരാണെന്ന് വരുന്നു. പഴയ നിയമകാലഘട്ടത്തിൽ ഇസ്രായേൽ ഈ നിലയിൽ യാഗം കഴിച്ചു വന്നു. എന്നാൽ ഇന്ന് നാം ആ നിലയിൽ ഒരു യാഗവും അക്ഷരികമായി അർപ്പിക്കുന്നില്ല. അതിൻ്റെ ആവശ്യവുമില്ല. കാരണം ക്രിസ്തു നമുക്ക് വേണ്ടി അകൃത്യയാഗമായി തീർന്നു എന്നുള്ളതാണ്. യെശയ്യാ പ്രവാചകൻ പറയുന്നത്, യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു പിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു പിരിക്കുന്നു. പ്രവാചകന്റെ ഈ വാക്കുകൾ കൃത്യമായി നിറവേറിയത് കർത്താവായ യേശുക്രിസ്തുവിലാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിന് ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പാണ് പ്രവാചകൻ ഇത് രേഖപ്പെടുത്തുന്നത്. യേശു കർത്താവ് ഈ നിലയിൽ അകൃത്യയാഗമായി തീർന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷയാണ് കർത്താവ് ക്രൂശിൽ അനുഭവിച്ചത്. പാപനിമിത്തം നാം ദൈവത്തിൻ്റെ ശത്രുക്കളായതുകൊണ്ട് നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ക്രിസ്തു നമ്മെ ദൈവത്തോട് നിരപ്പിച്ച് അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കിയെന്ന് വായിക്കുന്നു. ദൈവത്തിൻ്റെ ശത്രുക്കളായി നമ്മെ മിത്രങ്ങളാക്കി മാറ്റുവാൻ ദൈവത്തിന് പ്രസാദമായി. മാത്രമല്ല, അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഇത് നമുക്ക് ലഭിച്ച ആത്മസൗഖ്യമാണ്. അകൃത്യങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമുക്ക് ആത്മീയ ജീവൻ ലഭിച്ചത് ക്രിസ്തുവിൻ്റെ യാഗത്തിലൂടെയാണ്. ഒരു സന്തതി അവനെ സേവിക്കുമെന്ന വചനം നിവൃത്തിയാക്കപ്പെട്ടു. ആ സന്തതി നാമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നമ്മുടെ പ്രാണന്റെ വീണ്ടെടുപ്പിന് വേണ്ടി അകൃത്യയാഗമായി തീർന്ന ക്രിസ്തുവിലൂടെ കർത്താവിനെ സേവിക്കത്തക്കവണ്ണം ഒരു സന്തതി ഉളവായിരിക്കുന്നു. ആ സന്തതി ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമ്പാദിക്കപ്പെട്ട വിശുദ്ധ സഭയാണ്. നാം ഇന്ന് സന്തോഷത്തോടെ കർത്താവിനെ സേവിക്കുകയാണ്, ആരാധിക്കുകയാണ്. അതിലൂടെ നമ്മുടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുകയാണ്. ഈ കർത്തൃദിവസത്തിൽ
നമ്മുടെ സമാധാനത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി കർത്താവിനെ സേവിക്കുന്ന ഒരു സന്തതിയായി നമ്മെ രൂപപ്പെടുത്തക്ക നിലയിൽ നമുക്ക് വേണ്ടി അകൃത്യയാഗമായി തീർന്ന കർത്താവിന് മഹത്വം കരയറ്റാം. അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് നമ്മുടെ കർത്താവ് മരിച്ചുവെങ്കിലും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അവൻ്റെ സംവത്സരങ്ങൾക്ക് അവസാനമില്ല. കർത്താവ് തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനായി ക്രൂശിൽ മരണവേദന അനുഭവിക്കുമ്പോൾ തന്നെ തന്നോടുകൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാരിൽ ഒരുവൻ പറുദീസയിൽ അവകാശിയായിത്തീർന്നു. അതിനുശേഷം ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുകയും പരിശുദ്ധാത്മാവിനെ അയച്ച് അനേകായിരങ്ങളെ അവരുടെ പാപങ്ങൾക്ക് പരിഹാരം നൽകി ദൈവമക്കൾ എന്നുള്ള പദവി നൽകി അനുഗ്രഹിച്ച് ദൈവരാജ്യത്തിൻ്റെ പ്രജകളാക്കി മാറ്റിയിരിക്കുന്നു. ഈ നിലയിൽ നമ്മുടെ കർത്താവ് സംതൃപ്തനാണ്. നമ്മെയും ആ നിലയിൽ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള നിലയിൽ, ദൈവത്തെ സേവിക്കുന്ന ഒരു സന്തതി എന്നുള്ള നിലയിൽ നമ്മെ രൂപപ്പെടുത്തിയ കർത്താവിനെല്ലാം മഹത്വം കരറ്റാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പാപികളും അശുദ്ധരുമായിരുന്നപ്പോൾ, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നപ്പോൾ ഞങ്ങളെ വീണ്ടെടുക്കുവാൻ, ഞങ്ങളെ രക്ഷിക്കുവാൻ, അങ്ങയെ സേവിക്കുന്ന ഒരു തലമുറയായി, ഒരു സന്തതിയായി ഞങ്ങളെ രൂപപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങളിൽ പ്രസാദിച്ചതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി അകൃത്യയാഗമായി തീർന്നുവെങ്കിലും മരിച്ചു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ദീർഘായുസ് പ്രാപിച്ച് അവിടെ നിന്നും ഞങ്ങൾക്കായി ജീവിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് പക്ഷപാതം ചെയ്ത കർത്താവ് ഞങ്ങളെ ചേർക്കുവാൻ വീണ്ടും വരുന്നത് കൊണ്ട് സ്തോത്രം. സർവമഹത്വം അങ്ങേ തൃപ്പാദത്തിൽ അർപ്പിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.